ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്തകളിൽ നിറയുകയാണ്. ഗുരുതര ലൈംഗിക ആരോപണ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിന് പാലക്കാട് വീണ്ടും മത്സരിക്കാൻ സീറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള വിഷയമാണിപ്പോൾ പ്രധാന ചർച്ചയായിരിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവായ പി.ജെ. കുര്യൻ ഇന്ന് രാവിലെ ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ രാഹുലിന് ഇത്തവണ സീറ്റ് നൽകില്ലെന്ന് പറഞ്ഞതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടം ഇന്ന് വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞത്. ഇന്ന് പെരുന്നയിൽ NSS ആസ്ഥാനത്ത് നടന്ന മന്നം ജയന്തി സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല, പി.ജെ. കുര്യൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC വിശ്വനാഥ്, M.K. രാഘവൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾക്കൊപ്പം രാഹുൽ മാങ്കൂട്ടം MLA-യും ഉണ്ടായിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ വരാനിരിക്കെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പാർട്ടിയുടെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു. 50% സീറ്റുകൾ യുവാക്കൾക്കും വനിതകൾക്കും നൽകുമെന്നും ഫെബ്രുവരിയോടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്നുമാണ് കോൺഗ്രസിന്റെ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലമുറ മാറ്റം ഉണ്ടാകുമെന്നും VD സതീശൻ പറഞ്ഞു. കോൺഗ്രസിൽ പെരുന്തച്ചൻ കോംപ്ലക്സ് ആർക്കും പാടില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുന്ന യുവാക്കൾക്കും സ്ത്രീകൾക്കും പരമാവധി സീറ്റ് നൽകുമെന്നും പാർട്ടി വ്യക്തമാക്കിയിരുന്നു. അതിനു പിന്നാലെയാണ് VD സതീശനെ പിന്തുണച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് P.J. കുര്യൻ രംഗത്തെത്തിയത്. അതോടൊപ്പം തന്നെ ലൈംഗിക പീഡന കേസുകളിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി സീറ്റ് നൽകരുതെന്ന് കുര്യൻ പറയുകയുണ്ടായി. അദ്ദേഹം പാർട്ടിയിലില്ലാത്തതുകൊണ്ട് വേറെ ആളെ നിർത്തും. കോൺഗ്രസിനകത്ത് എത്രയോ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളുണ്ട്, അത് പാലക്കാട് തന്നെ ഉണ്ടെന്നായിരുന്നു കുര്യൻ പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭാ സീറ്റ് കൊടുക്കരുതെന്ന് താൻ പറഞ്ഞതായ പ്രചരണം ശരിയല്ലെന്ന് പറഞ്ഞ് P.J. കുര്യൻ രംഗത്തെത്തി. പാലക്കാട് സീറ്റിൽ വേറെ ആളെ നിർത്തുമെന്ന കുര്യൻ ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് NSS ആസ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ P.J. കുര്യനെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തത്. രാഹുൽ P.J. കുര്യനോട് കാര്യങ്ങൾ പറയുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. തുടർന്ന് P.J. കുര്യൻ വിശദീകരണവുമായി പറന്നെത്തി. രാഹുൽ മാങ്കൂട്ടത്തിന് അസംബ്ലി സീറ്റ് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞെന്ന പ്രചരണം ശരിയല്ല. രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കരുതെന്ന അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല. മറ്റ് സ്ഥാനാർത്ഥികൾ നിന്നാൽ ജയിക്കുമോ എന്ന ചോദ്യത്തിന് ആര് നിന്നാലും ജയിക്കുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതെന്നും മറ്റുള്ള പ്രചരണം ശരിയല്ല എന്നും കുര്യൻ പറഞ്ഞു. P.J. കുര്യൻ രാവിലെ പറഞ്ഞ അഭിപ്രായം വൈകുന്നേരമായപ്പോൾ മാറ്റി പറഞ്ഞു എന്നത് വളരെ വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ ഇല്ലെന്ന് പറഞ്ഞ് സമൂഹത്തിനു മുന്നിൽ അഭിനയിക്കുകയും നേതൃത്വം രഹസ്യമായി രാഹുലിനെ സംരക്ഷിക്കുകയാണ് എന്ന ആരോപണങ്ങളും ഇപ്പോൾ ഉയർന്നു വരികയാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് വാദിക്കുമ്പോഴും രാഹുലിനെ ഒഴിവാക്കാതെയുള്ള സമീപനമാണ് കോൺഗ്രസിനുള്ളത്. P.J. കുര്യന്റെ ഈ വിശദീകരണം ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും പാലക്കാട് സീറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ കോൺഗ്രസ് നൽകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.